ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോഷന്മായുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിത്രരചന. അപ്പം നമ്മൾ അംഗനവാടി കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് പോഷകഘടകങ്ങളടങ്ങിയ ന്യൂട്രീഷൻ സംബന്ധമായ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഫോട്ടോ വരയ്ക്കാൻ പറയുകയും ഇതിൻ്റെ എന്താണ് ഗുണങ്ങളെന്നുള്ളത് അതിനെ താഴെ എഴുതിയിട്ട് അംഗനവാടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടണം. അപ്പോൾ ഇവിടെ അവരെ സംബന്ധിച്ച് ആ പഴങ്ങളെക്കുറിച്ച് അറിയുവാനും അത് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങളെല്ലാ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അതിനുശേഷം അംഗനവാടിയിൽ വന്നതിന് ശേഷം അവരെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ജന്നാന്തോണിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഞാനപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ പോസ്റ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ചിത്രരചന പഴങ്ങൾ, അത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു മോഡലാണ് അവിടെ കണ്ടില്ലേ. അതിനകത്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഒരു ഫ്രൂട്ട് വരച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ എഴുതിയാൽ മതി. ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട് വരച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ എഴുതിയാലും മതി. അപ്പോൾ എന്ത് ചെയ്യുക, പ്രീ സ്കൂൾ കുട്ടികളെ കൊണ്ട് പോഷക ഗുണമുള്ള പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ചിത്രം വരച്ചുകൊണ്ട് വരാൻ പറയുകയും ചിത്രം വരച്ചതിൻ്റെ അടിയിൽ അതിൻ്റെ ഗുണങ്ങൾ എഴുതുവാനും പറയണം. എല്ലാ കുട്ടികളെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുത്ത് ഡാഷ്ബോർഡ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ജന്നാന്തോളൻ്റെ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യുകയും വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് കയറുക, ഡാറ്റ എൻട്രി എടുത്ത് ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് തന്ന യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് പഠനമാണ്. ഇപ്പോൾ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യണത്, ലേൺ ചെയ്യണം. അപ്പോൾ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും വരുന്നത് നമ്മുടെ പോഷൻ ബി പദ്ധതിയിലാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു തീം. ശേഷം നമ്മൾ അംഗനവാടിയാക്കി. ദെൻ നമ്മൾ അംഗനവാടി സെലക്ട് ചെയ്യണം. അംഗനവാടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വരണം, ആക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും ആപ്റ്റാണ്, അതായത് നമുക്ക് കൂടുതലും സ്യൂട്ടാവണതെന്ന് പറയുന്നത് നമുക്കിതിൽ നോക്കിയാൽ അറിയാം. പ്രീ സ്കൂൾ റെഡിനെസ് ആക്ടിവിറ്റി അറ്റ് അംഗനവാടി സെൻറ്റർ, സെലിബ്രേറ്റിംഗ് കമ്മിങ് ഓഫ് ഏജ്, ഗെറ്റിംഗ് റെഡി ഫോർ പ്രീ സ്കൂൾ അറ്റ് അംഗനവാടി സെൻറ്റർ. കണ്ടില്ലേ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്കിതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റി. നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ ആക്ടിവിറ്റി. അപ്പോൾ അത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഫ്രം ഡേറ്റ് അടിക്കണം, ടു ഡേറ്റ് അടിക്കണം, എണ്ണം കൊടുക്കുക, എത്ര പേരാണ് എന്നുള്ളതിൻ്റെ എണ്ണം നിങ്ങളവിടെ കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എണ്ണം കൊടുക്കുക. ദെൻ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ അടിക്കുക. അതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടറൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. കണ്ടില്ലേ, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് അതിനകത്ത് അടുത്തൊരു ആക്ടിവിറ്റി, നമ്മുടെ തീം ഇപ്പോഴും പോഷൻ ബി പദാബിയാണ്. പിന്നെ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് ഇതിൽ അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതർ, ഏറ്റവും താഴെ കാണുന്ന അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. കാരണം പിന്നെ നമുക്ക് ഈ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടത് കൂടുതൽ ഇതിൽ കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതർ എന്നുള്ളത് ഏറ്റവും താഴത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി ഇതിൽ പറയുന്ന ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ആക്ടിവിറ്റിയും സബ്മിറ്റ് ആവും. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം അംഗനവാടിയിലും ചെയ്യുക. അതിനുശേഷം പ്രത്യേകമായിട്ട് ജന്നാന്തോളനിൽ നമ്മൾ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, താങ്ക് യു.